ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. കൊമ്പുകോർത്ത് കെ.ബി. ഗണേഷ് കുമാറും ആന്റണി രാജുവും എൽ.ഡി.എഫിന് തലവേദനയായി മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും വാക്പോര്. 1-ാം തീയതി ശമ്പളം നൽകാൻ വെല്ലുവിളിച്ച് ആന്റണി രാജു. മറുപടി ഗതാഗത മന്ത്രിയുടെ ന്യൂസ് 8 അഭിമുഖത്തിലെ ആരോപണങ്ങളോട്. ആവേശരാവിലേക്ക് മണിക്കൂറുകൾ മാത്രം. 2024 വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. അതിരുവിടാതിരിക്കാൻ നിരീക്ഷണം ശക്തമാക്കി പോലീസ്. സിപിഐയും സിപിഎമ്മും ഒന്നിക്കണമെന്ന ബിനോയ് വിശ്വം. മുസ്ലിം ലീഗ് എൽ.ഡി.എഫിലേക്ക് വരുന്നുവെന്ന പ്രചാരണം ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. കേരളത്തിലെ ക്രൈസ്തവർ ബി.ജെ.പിയുടെ ചതിക്കണിയിൽ വീടില്ല. പരാജയപ്പെട്ട ആശയഗതിയാണ് മാവോയിസമെന്നും സിപിഐ സെക്രട്ടറി. ഫണ്ടിംഗ് ആരോപണത്തിൽ മറുപടിയുമായി ഗോപിനാഥ് മുതുകാട്. കല്ലെറിയുന്നവർ പ്രവർത്തിച്ചു കാണിക്കട്ടെ. വിമർശനങ്ങളില്ലാതെ എന്ത് കാര്യങ്ങളാണ് കേരളത്തിലുള്ളത്? കേരളത്തിൽ നിന്നല്ല, ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം വിമർശനങ്ങളുണ്ടാകും. അതുകൊണ്ട് അതിനെ എടുക്കുന്നേയില്ല, അതൊരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പ്രതികരണം ന്യൂസ് 18 Q18-ൽ. ആരോപണങ്ങളിൽ ഉറച്ചു പരാതിക്കാർ. പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. 2 പെൺമക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ചു. കുടുംബവഴക്ക് കൊലപാതക കാരണമെന്ന് പോലീസ്. പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം, 5 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്നും കോട്ടയത്തേക്ക് വന്ന സംഘം. ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനത്തിന്റെ മറവിൽ സർക്കാർ ഫണ്ട് കൈപ്പറ്റുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗോപിനാഥ് മുതുകാട്. പുറത്തുനിന്നു തന്നെ കല്ലെറിയുന്നവർ താൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കാണിക്കട്ടെ. ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഡിറ്റ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്കാണ് ഫണ്ട് പോകുന്നത്. ഇതാർക്കും പരിശോധിക്കാവുന്നതാണ്. ഒരു കാലത്ത് സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നവർ പുറത്തിറങ്ങി സ്ഥാപനത്തിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും ഗോപിനാഥ് മുതുകാട് പ്രതികരിച്ചു. ന്യൂസ് 18 Q18-ലായിരുന്നു പ്രതികരണം. ആ ഒരു വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു പ്രൊഫഷണൽ പോലും വേണ്ട എന്ന് കരുതി ഇതിനകത്ത് നിൽക്കുക. ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അലിഗേഷൻസും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഭാഗമല്ലേ, അതെങ്ങനെ ഡീൽ ചെയ്യും? തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് പ്രവർത്തനത്തിനാണ് ഇല്ലാതിരിക്കുന്നത്? എനിക്ക് നമ്മൾ ചെയ്യുന്ന വഴിയും ഞാൻ നടക്കുന്ന വഴിയും കൃത്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നടക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അവിടെ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, എതിർപ്പുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കിതിനകത്ത് ഇല്ല. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടൊക്കെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ആണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പോകുന്ന വഴി നമുക്കിതിനകത്ത് ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ ട്രാൻസ്പെറൻ്റാണ്. ഇവിടുത്തെ ഒരു കാര്യം പോലും റെസിപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാം എവരിത്തിങ് ഈ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ ചാരിറ്റബിൾ സൊസൈറ്റി. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. എവരിത്തിങ് വളരെ ക്ലീനാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് വിമർശനങ്ങളില്ലാതെ എന്ത് കാര്യങ്ങളാണ് കേരളത്തിലുള്ളത്? കേരളത്തിൽ നിന്നല്ല, ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം വിമർശനങ്ങളുണ്ടാകും. അതുകൊണ്ട് അതിനെ എടുക്കുന്നേയില്ല, അതൊരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഇത്രയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിമർശിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്ത് കാണിക്കുക വേണ്ടത്, അല്ലേ? ചെയ്ത് കാണിച്ചിട്ട് വേണം പറയാനുള്ളത്. വെറുതെ പുറത്തു നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഫണ്ട് കേന്ദ്രീകൃതമായി പോകുന്നു. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾ, അവരിലേക്കൊന്നും ഫണ്ട് എത്തുന്നില്ല. ഫണ്ട് ഇവിടേക്ക് മാത്രം എത്തുന്ന ഒരു കേന്ദ്രീകൃത പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ കാണുന്നു? ഇവിടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുഴുവൻ കൃത്യമായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കും ആഗ്രഹമുണ്ട് കേരളത്തിലുള്ള എല്ലാ മേഖലകളിലേക്കും പടർന്ന് കയറി ഇതുപോലെ ചെയ്യണം. ഞാൻ ചോദിച്ചു തന്നത്, ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാടുണ്ട്, പക്ഷേ സ്വയം ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരോധിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ്. അങ്ങനെ പറയുന്നവർ ഒരിക്കലും ഞാൻ സ്വയം അംബാസിഡറാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എനിക്കറിഞ്ഞുകൂടാ, ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ഇതിൻ്റെ സ്വയം അംബാസിഡർ. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും പറയുന്നത് പോലെ ആവില്ല ഞാനൊരു പക്ഷേ പറയുന്നത്.
അത് ഒരു പക്ഷേ പെട്ടെന്ന് തോന്നിയേക്കാം ഇതൊക്കെയാണോ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ചെറിയ ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളതാണോ നമ്മൾ അത് കാസർഗോഡ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവർ ഓരോ സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ മാറണം എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ മക്കൾക്കും യൂണിഫോം ഉണ്ട്. ഓക്കെ, എന്തിനാ യൂണിഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ പറയും നമ്മൾ? എന്തിനാണ് യൂണിഫോം? ശരിക്കും യൂണിഫോം ഒന്നും അല്ലല്ലോ പറയേണ്ടത്. അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ കാര്യങ്ങളുള്ളൂ. പക്ഷേ അവരെ നമ്മൾ എന്താ പറയുക, മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, നല്ല വില കൂടിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പൊട്ടിപ്പോകും. എങ്കിൽ പോലും ആ ഇൻസ്ട്രുമെൻറ്റ്സ് വീണ്ടും വീണ്ടും വാങ്ങി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും ഇവിടെയുള്ള കുട്ടികൾ പലരും ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രീറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതൽ വെല്ലുവിളി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് ഈ മുന്നിൽ നിർത്തുന്നത്. അതാണ് ആ ധാരണയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ധാരാളമുണ്ട്. വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. എല്ലാ മേഖലയിലും ഒരുവിധം മേഖലയിലുള്ള ഡിസബിലിറ്റിയിലുള്ള ഒരുവിധം മേഖലയിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ വളരെയധികം കിടപ്പ് രോഗികൾ ഇവിടെ ഇല്ല. ഓക്കെ, എന്തുകൊണ്ട് ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടീച്ചേഴ്സിനെ സല്യൂട്ട് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇവരെ നിരന്തരം ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലേക്ക് ആക്കിയതിൻ്റെ പേരിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിട്ടുള്ളത്. അവർ പാട്ട് പാടുന്നതും അവർ നൃത്തം ചെയ്യുന്നതും ഒക്കെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിലാണ്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നാണ്. ഓക്കെ, ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു സ്ഥാപനം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ലേബലുള്ളത്. ഇതിൻ്റെ ബൈലോയിൽ പോലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, അതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം. അല്ല, ആ വിഷയത്തിലൊന്നും അങ്ങനെ പരസ്യമായിട്ട് അധികം പ്രതികരിച്ച് കണ്ടു. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിലൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ പറയേണ്ടത്. സോ യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇവിടെയുള്ള അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. അങ്ങനെ പുറത്തിറങ്ങിയതെന്ന് പറയുമ്പോൾ അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ പുറത്തു നിന്നല്ലല്ലോ പറയേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം. അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ്? അത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ, അവരുടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അവിടെ നിന്ന് പെർമിഷൻ, അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ്. ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി. അവരങ്ങോട്ട് പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ മോനെ ഇവിടെയല്ല, നമ്മുടെ സ്ഥാപനത്തിലല്ല, അവർ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് അവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി. അപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നോടുകൂടി ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണവും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനതിനെ പറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കളയാറുമില്ല. പുതുവത്സരത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ. പ്രധാന ആകർഷണ കേന്ദ്രമായ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടും പരിസരവും പൂർണ്ണമായും പോലീസ് സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും. നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങളുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ നഗരത്തിലുടനീളം പോലീസ് പരിശോധനയും കർശനമാക്കും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ? ഒപ്പം തന്നെ ഈ പരിശോധനകൾ എങ്ങനെയാണ്?
രഞ്ജിനി, കൊച്ചിക്കാരുടെ ഒരു വികാരമാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്. ന്യൂ ഇയറിനെ വരവേൽക്കാനായി ഇതേ എനിക്ക് പിന്നിൽ കാണുന്ന പാപ്പാഞ്ഞിയെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഇത് കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 മണിയോട് കൂടിയ സമയമാകുമ്പോൾ ഈ ഗ്രൗണ്ട് മുഴുവനും ആളുകളെ കൊണ്ട് നിറയും. 4 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതിൽ 7 മണിവരെ മാത്രമായിരിക്കും ജങ്കാർ സർവീസ് ഉൾപ്പെടെ ഉണ്ടാവുക. അതിനുശേഷം യാതൊരുവിധ വാഹനങ്ങളോ സർവീസുകളോ ഒന്നും ഇങ്ങോട്ട് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാവരും ഈ ന്യൂ ഇയർ ആഘോഷം കാണാൻ, ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയും. പോലീസിന്റെ സുരക്ഷ 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാവിധ സുരക്ഷയും എല്ലാവിധ പരിശോധനയും ഇവിടെ കർശനമായി തന്നെ നടത്തുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മദ്യലഹരി ഉപയോഗിച്ചു വരുന്നവരെയൊക്കെ കർശനമായി തന്നെ പരിശോധന ഉറപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി, എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഒക്കെ ഇവിടെ കഴിഞ്ഞു. എന്നോടൊപ്പം ഈ പപ്പാഞ്ഞിയെ കാണാൻ എത്തിയ 2 പേരുണ്ട്. അടുത്ത തന്നെയാണോ വീട്? ഇപ്രാവശ്യത്തെ പപ്പാഞ്ഞി എങ്ങനെയുണ്ട്? ഇപ്രാവശ്യത്തെ പപ്പാഞ്ഞി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമായി. ഇവിടെ വന്ന അങ്ങനെ കാലത്തെ വന്നതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോ തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ നേരത്തെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെയാണ്. എല്ലാ വർഷവും വന്ന് കാണുന്നുണ്ട്, സന്തോഷിച്ച് പോകുന്നുണ്ട്. ഇവിടെ എങ്ങനെയാ? നല്ല തിരക്കായിരിക്കുമല്ലോ ഇവിടെ സമയത്ത് അനുഭവപ്പെടുന്നത്? നല്ല തിരക്കായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല. അതുകൊണ്ടാ. അങ്ങനെ ഈ സമീപ പ്രദേശത്തുള്ളവരൊക്കെ നേരത്തെ വന്ന് പാപ്പാഞ്ഞിയെ കണ്ടു പോകാൻ വേണ്ടി നിൽക്കാണ്. എന്നോടൊപ്പം ഒരു ക്രിസ്മസ് പപ്പയുണ്ട്. എന്താ പേര്? ക്രിസ്മസ് പപ്പയ്ക്ക് നാണാന്ന് തോന്നുന്നു. എന്താ പേരെന്താ? പേരൊക്കെ പറയാം. ആണോ? എങ്ങനെയുണ്ട് പാപ്പാഞ്ഞി? ഇഷ്ടപ്പെട്ടോ? ഒന്ന് മാസ്ക് മാറ്റോ, മുഖം കാണട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പാപ്പാഞ്ഞി? വല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് തന്നെയാണോ പ്രതീക്ഷ പറഞ്ഞേ? ആണ്. അടിപൊളിയായിട്ടുണ്ട്. എന്താണ് ന്യൂ ഇയറിന് എന്താ പ്ലാൻ ഇനി വരുന്ന വർഷത്തില്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 7th. മോനെ ഏതിലാ പഠിക്കുന്നത്? 6. മോനോ? 3. ആണോ? പാപ്പാഞ്ഞി ഇഷ്ടപ്പെട്ടോ? അങ്ങനെ കുട്ടികളും സ്ത്രീകളും വലിയവരും എല്ലാവരും കുടുംബസമേതം തന്നെ അവർ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം അവരെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ പ്രതീക്ഷയുടെ ഒരു നാളുകളെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും 2024 വരവേൽക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ഫോർട്ട് കൊച്ചിയിൽ അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എന്തായാലും 3 മണിയോടുകൂടി വലിയ തിരക്ക് ആ മേഖലയിൽ ഉണ്ടാകുമെന്നത് കണക്കിലെടുത്ത് അവിടെയുള്ള സമീപവാസികളൊക്കെ വന്ന് പാപ്പാഞ്ഞിയെ കണ്ടുമടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവിടെയുള്ളത്. നാം ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ഇടവേളയിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പഴയതെല്ലാം മറന്നിക്കൂ. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് ഇടതുമുന്നണിക്ക് പുതിയ തലവേദന. അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ പുനഃസംഘടന പൂർത്തിയായെന്ന് പുറമെ വിലയിരുത്തിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഇടപെടേണ്ടി വരും. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് KB ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗണേഷിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും KSRTCയെ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാൻ എത്തിയ ആളെന്ന ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഗണേഷിന്റേത് എന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ വിമർശനം. KSRTCയിൽ ശമ്പളം 1-ാം തീയതി നൽകാനും ആന്റണി രാജു ഗണേഷിനെ വെല്ലുവിളിച്ചു. ഇരുവരും നടത്തിയ പ്രതികരണങ്ങളിലേക്ക്. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ചയുണ്ടാവും. ഉണ്ടാകുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ, ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട 2-3 ഡയലോഗുകൾ ഞാൻ പറയുകയാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന KB ഗണേഷ് കുമാറാണ്. താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ. സാധാരണ രീതിയിൽ ഒരു മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ 2.5 വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ
കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? അതുകൊണ്ട് ആ ഒരു അപക്വമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന്. ഇദ്ദേഹം KB ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ്, ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ്, ഗതാഗത വകുപ്പിൽ കളിച്ചതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ്, അത് മാറ്റണം, അതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത്. ഈ 2.5 വർഷക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കണ്ടതായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുമല്ലേ കളി. നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണി മര്യാദയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് ശ്രീ ആന്റണി രാജു. കാരണം ഇത് ജനങ്ങളിലേക്കാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന വകുപ്പാണ്. KSRTC ബസ്സിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വകുപ്പിനെതിരെ, ആ വകുപ്പ് കഴിഞ്ഞ 2.5 വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ, മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം അത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണല്ലോ, അതിപ്പോൾ നന്നായിട്ടല്ല നടക്കുന്നത്. ഞാൻ 1-2 ബൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടിരുന്നു. 1-2 അല്ല, അതിൽ കൂടുതൽ ബൈറ്റുകൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ അന്തിച്ചു പോയി. അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം. അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ പക്വത കാണിക്കണമല്ലോ. അല്ല, പക്വതയില്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ എടുത്തു വയ്ക്കുന്നത് ശരിയാണോ? അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യും? അതെ ഞാൻ പറയുന്നത്. അതൊക്കെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. എന്നെ സമയത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പക്വതയുള്ളതായിരുന്നെങ്കിൽ അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നല്ലോ. എറണാകുളം പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കക്കാട് നെടിയാനിക്കുഴി തറമറ്റത്ത് വീട്ടിൽ ബേബി, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. 2 പെൺമക്കൾക്കും വെട്ടേറ്റു. ഇവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഭാര്യയോടുള്ള സംശയവും കുടുംബവഴക്കുമാണ് സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. ബേബി എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. സ്മിതയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മക്കൾക്ക് മുറിവേറ്റത് എന്നാണ് പോലീസ് നിഗമനം. 18ഉം 21ഉം വയസ്സുള്ളവരാണ് മക്കൾ. ഇവരുടെ നില ഗുരുതരമല്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം സ്വദേശി ചെറിയാനാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ബംഗളൂരുവിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5830, പവന് 46,640, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3678, ഔൺസിന് 1,14,399 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കും കാണാം malayalam.news18.com. ഈ പരിപാടി നിങ്ങൾ